ഈ 5 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലുള്ളപ്പോൾ മത ന്യൂനപക്ഷങ്ങളെ വളരെയധികം വേട്ടയാടിക്കൊണ്ട് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരം ദുരുപയോഗപ്പെടുത്തിയത് ഭീമാപ്പള്ളിയിലെയും കാസർകോട്ടെയും വെടിവെപ്പുകൾ അതിന്റെ ഉദാഹരണങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തി നോക്കുമ്പോൾ പാഠപുസ്തകങ്ങളിലെ മത നിഷേധം പോലെയുള്ള കാര്യങ്ങൾ ഈ മത ന്യൂനപക്ഷത്തിന് എതിരെയുള്ള കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നത് എന്ന് നമുക്ക് എവിടെ വെച്ചും പറയാൻ സാധിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പ് അതുപോലെ തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങൾ അതുപോലും അട്ടിമറിച്ച ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ധൈര്യത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മത ന്യൂനപക്ഷത്തെ വേദനിപ്പിച്ച വഞ്ചിച്ച ഒരു ഗവൺമെന്റാണ് ഇത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെയും ആർക്കും മൂടിവെക്കുവാൻ സാധിക്കുകയും മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ ഗവൺമെന്റിന്റെ നടപടികൾക്ക് എതിരായിക്കൊണ്ടുള്ള ഒരു വിധി എഴുത്തായിക്കൊണ്ട് ഏപ്രിൽ 13-ാം തീയതി ബാലറ്റ് പേപ്പറിലൂടെ അതിനുള്ള ഒരു തിരിച്ചടി, അതിനുള്ള ഒരു പ്രതിഷേധമായിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ വോട്ടർമാരും ബാലറ്റ് പേപ്പറിലൂടെ അവർക്ക് മറുപടി നൽകണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഉണർത്തുകയാണ്. നാഥൻ തുണക്കുമാറാകട്ടെ.